നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 തോറ്റവർ ഈ കോഴ്സുകൾ പഠിക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം. +2 സേ എഴുതിയിട്ട് പോയ കുട്ടികൾക്കുള്ള ഇപ്പോഴും ബാച്ചസ് അവൈലബിൾ ആണ്. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഈ ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ചേരേണ്ടവർക്കെല്ലാം സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ചേരേണ്ടവർക്കെല്ലാം ചേരാം. ഏത് സബ്ജക്റ്റ് ആയാലും ചേരാം. നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം, വിജയിക്കും എന്നുള്ളത് ഉറപ്പിക്കാം. ചേർന്ന കുട്ടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്. ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, ഈസി, വളരെ കുറച്ച് മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ മതി, ഗംഭീര മാർക്ക് നേടുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, +2 കോഴ്സ്, അതായത് +2 തോറ്റവർ ഈ കോഴ്സുകൾ എടുക്കരുത് എന്ന് പറയുന്നതിന് കാരണം ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്, +2ന് തത്തുല്യമായ കോഴ്സ് ഹയർ സെക്കൻഡറി കോഴ്സ് വേറെ എടുത്തൂടെ? സത്യം പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ഇപ്പം ജൂലൈ ആയി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 7 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും +1ഉം +2ഉം പരീക്ഷ ഒരുമിച്ചാണ് ഈ വട്ടം. അന്നേരം 2 മാർച്ച് നടക്കുവാണ്. +1 ഇമ്പ്രൂവ്മെൻറ്റും +2 നിങ്ങൾക്ക് ഈ 2 പരീക്ഷ എഴുതാം. +1ഉം +2 മാർച്ചിൽ എഴുതാം. പലരും കബളിപ്പിക്കപ്പെടുന്നത് പറഞ്ഞാൽ 6 മാസം കൊണ്ട് +2 നിങ്ങൾക്ക് കിട്ടുന്നു. ഈ 7 മാസം നിങ്ങൾക്ക് വൃത്തിയായിട്ടിരുന്ന് വീട്ടിൽ ഇരുന്ന് ഒരു 1.5 മണിക്കൂർ വെച്ച് പഠിച്ചാൽ 10,000-50,000 രൂപ കൊടുത്തും 1,00,000 രൂപ കൊടുത്തൊക്കെ ഓരോരുത്തർ കോഴ്സിന് നേരാൻ പോകുമെന്ന് പറഞ്ഞത്. ഒരുപാട് നല്ലത് ചിലപ്പം കാണുമായിരിക്കും, പക്ഷെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ മേഖലയിൽ. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ 7 മാസം കഴിഞ്ഞ് ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷ നടക്കും, പിന്നെ അതിന് മണ്ടയ്ക്ക് വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റും കേരളത്തിൽ ഇല്ലല്ലോ. അത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിന് മണ്ടയ്ക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സംഭവം, ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഏറ്റവും ടോപ്പ്. അന്നേരം +2 വരെ ഉള്ളത് അത് തന്നെയാണ് ഏറ്റവും. അത് നിങ്ങൾ ആ മാർച്ചിൽ +1ഉം +2 എഴുതിയെടുക്കുക. അല്ല വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ 10,000 രൂപ, 50,000 രൂപ, 60,000 രൂപയൊക്കെ മുടക്കി പല കുട്ടികളും അബദ്ധത്തിൽ ചെന്ന് ചാടി കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് നേരത്തെ ചെയ്യേണ്ട വീഡിയോ ഒന്നും ഞാൻ വിചാരിച്ചെങ്കിലും പലപ്പോഴും സമയം കിട്ടിയില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കുക, വളരെ ശ്രദ്ധിക്കുക. +2 നിങ്ങൾ എഴുതിയെടുക്കുക, ഒരു ടെൻഷൻ. ഞാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ കോഴ്സ് ഒരു ദിവസം ഒരു മണിക്കൂർ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേന് തീരും പോർഷൻസ്. പിന്നെ നിങ്ങൾ ഇരുന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അടിപൊളി, ഒരു ടെൻഷൻ ഇല്ലാതെ എത്ര വിഷയം പോലെ എഴുതിയെടുക്കാം. അന്നേരം അങ്ങനെ പഠിക്കണം. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറെ കോഴ്സ് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയിരുന്നു ആദ്യം മുതൽ വീണ്ടും പഠിക്കുന്നത് +2 അന്നും വേണ്ട. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വളരെ കുറച്ച് മണിക്കൂറിനുള്ളിൽ പഠിച്ചു തീർക്കുക. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കോഴ്സ് എടുക്കുന്നത് ഇങ്ങനെ ഹയർ സെക്കൻഡറി അല്ലാതെ, തത്തുല്യമായ ഹയർ സെക്കൻഡറി അതല്ലാതെ വേറെ ഒരു വർഷത്തെ വേണമെങ്കിൽ വേറെ ഈ പറഞ്ഞ മെഡിക്കൽ സ്ക്രൈബോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സോ പോലുള്ള കോഴ്സൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. തത്തുല്യമായ ഹയർ സെക്കൻഡറിക്ക് നിങ്ങൾ കളിപ്പീര് വരുന്നിടത്ത് പോയി ചേരണം. അത് മാത്രം ശ്രദ്ധിക്കുക. അല്ല, ഇതിനു വേണ്ടിയാണ്, ഒരു വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ്. പലർക്കും അബദ്ധങ്ങൾ പറ്റിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അന്നേരം ചേരേണ്ടവർക്ക് ഇപ്പോഴും ഓൺലൈനായിട്ട് ചേരാം. ഞായറാഴ്ചത്തെ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും ബാച്ചസ് ഉണ്ട്. എന്നാൽ പോലും ഞായറാഴ്ച അടുത്ത പുത്തൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സ് നമ്പർ, ഏതൊക്കെ സബ്ജക്റ്റാണ് എന്ന് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടും റിപ്ലൈ കിട്ടും. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. നെവർ എവർ ഗിവ് അപ്പ്. നല്ല ചാൻസുകൾ ഒരിക്കലും കളയരുത്. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിപ്പിക്കരുത്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാൻ പറ്റിയ സമയമാണ്. ഗംഭീര സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ കിട്ടുന്ന സമയം. എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Never ever give up.